ഖസാനത്തുൽ ഇൽമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വൈജ്ഞാനിക വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അർണോൾഡ് ടോയിൻബി നെഹ്റുവിനെ മീറ്റ് ചെയ്ത മൗലാന ആസാദ് മെമ്മോറിയൽ ലെക്ചേഴ്സിൻ്റെ സമയത്ത് നെഹ്റുവിനെ മീറ്റ് ചെയ്ത ആ ഒരു സന്ദർഭത്തിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി അതിൻ്റെ തുടർച്ച കണ്ടിന്യൂവേഷനാണ്. പേജ് നമ്പർ 17 സെക്കൻഡ് പാരഗ്രാഫ്. ഗാന്ധിസ് ആൻഡ് നെഹ്റൂസ് ഇന്ത്യ വാസ് എ ടോളറൻറ്റ് ഇന്ത്യ. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഇന്ത്യ ടോളറൻറ്റ്, സഹനശീലമുള്ള അല്ലെങ്കിൽ ക്ഷമയുള്ള ഇന്ത്യയാണ്. ഇൻ എ കൺട്രി ഇൻ വിച്ച് ദ ഗ്രേറ്റ് മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ വാസ് ഹിന്ദു, ദ ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഹാഡ് ബീൻ എ മുസ്ലിം. അദ്ദേഹം പറയുകയാണ്, ഒരു രാജ്യം, ആ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ജനസംഖ്യയും ഹിന്ദുവാണ്. എന്നാൽ അതിലെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ആ രാജ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഫസ്റ്റ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മന്ത്രി ഹാഡ് ബീൻ എ മുസ്ലിം, ഒരു മുസ്ലിം ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഇന്ത്യ ഒരു ടോളറൻറ്റ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇൻ എ ലെക്ചർഷിപ്പ് ദാറ്റ് ഹാഡ് ബീൻ ഫൗണ്ടഡ് ഇൻ മെമ്മറി ഓഫ് ആൻ ഇന്ത്യൻ നാഷണലിസ്റ്റ് ലീഡർ, ദ സെക്കൻഡ് lecturer in the series was an Englishman. ഒരു നാഷണൽ ലീഡർ, ഒരു ദേശീയ നേതാവിൻ്റെ മെമ്മറിയിൽ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച ഒരു ലെക്ചർഷിപ്പിൽ രണ്ടാമത്തെ പ്രബന്ധം അവതരിപ്പിച്ച ആൾ, ആ സീരീസിലെ രണ്ടാമത്തെ പ്രബന്ധം അവതരിപ്പിച്ച ആൾ ഒരു ഇംഗ്ലീഷ്മാനാണ്. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു ക്ഷമ അല്ലെങ്കിൽ സഹനം, അതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മറ്റുള്ള രാജ്യങ്ങൾക്ക് കൽപ്പിക്കുന്ന വിലയെപ്പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത്. ദ ഇനാഗുറൽ കോഴ്സ് ഓഫ് മൗലാന ആസാദ് ലെക്ചേഴ്സ് ഹാഡ് ബീൻ ഗിവൺ ബൈ മിസ്റ്റർ നെഹ്റു ഹിംസെൽഫ്. മൗലാന ആസാദ് ലെക്ചേഴ്സിൻ്റെ ഇനാഗുറൽ കോഴ്സ്, അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചത് നെഹ്റു ആയിരുന്നു. ഐ സ്റ്റാർട്ടഡ് മൈ ഫസ്റ്റ് ലെക്ചർ ഇൻ മൈ ഫോളോയിങ് കോഴ്സ് ബൈ ഡ്രോയിങഗ് അറ്റൻഷൻ ടു ദ റിമാർക്കബിൾ ഫാക്ട്സ്. അദ്ദേഹം ആർണോൾഡ് ടോയിൻബി പറയുകയാണ്, ഞാൻ എൻ്റെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്തു ബൈ ഡ്രോയിങ് അറ്റൻഷൻ, ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്, ടു ദ റിമാർക്കബിൾ ഫാക്ട്സ്, വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്തത്. ഐ വാസ് ദ സെക്കൻഡ് ലെക്ചർ ഇൻ സീരീസ് ഫൗണ്ടഡ് ഇൻ മെമ്മറി ഓഫ് ആൻ ഇന്ത്യൻ ഹും മൈ കൺട്രിമെൻ ഹാഡ് പുട്ട് ഇൻ പ്രിസൺ. ഞാനായിരുന്നു സെക്കൻഡ് ലെക്ചറർ. ഈ ഒരു ലെക്ചർ സീരീസാണ്, കുറേ ആളുകൾ പ്രബന്ധം അവതരിപ്പിക്കും. അതിലൊരാളാണ് അർണോൾഡ് ടോയിൻബി. അപ്പോൾ രണ്ടാമതായിട്ട് ലെക്ചർ അവതരിപ്പിച്ച ആളായിരുന്നു ഞാൻ. ഇൻ എ സീരീസ് ഫൗണ്ടഡ് ഇൻ മെമ്മറി ഓഫ് ആൻ ഇന്ത്യൻ, ഒരു ഇന്ത്യക്കാരനായ ഒരാളുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ലെക്ചറിൽ ഹും മൈ കൺട്രിമെൻ ഹാഡ് പുട്ട് ഇൻ പ്രിസൺ, അദ്ദേഹത്തിനെ എൻ്റെ ദേശക്കാർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായിട്ട്, എൻ്റെ ദേശക്കാർ ജയിലിൽ അടച്ച ആളായിട്ട് പോലും അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു ലെക്ചർഷിപ്പിൽ ലെക്ചേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ എന്നെ ക്ഷണിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. മൈ predecessor in the series had also been put in prison by the British. എൻ്റെ മുൻഗാമികൾ, ആ ലെക്ചേഴ്സിൻ്റെ സീരീസിൽ എൻ്റെ മുൻഗാമികളായിട്ട് വന്ന ആളുകളെയും ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. യെറ്റ് ഹിയർ ഐ വാസ്, എന്നിട്ടും ഞാനിതാ ഇവിടെ നിൽക്കുന്നു. സ്പീക്കിംഗ് ടു ദീസ് ഇന്ത്യൻ ഓഡിയൻസ്, ഇന്ത്യക്കാരായിട്ടുള്ള ഓഡിയൻസിനോട് ഞാൻ സംസാരിക്കുന്നു. ബൈ ഇൻവിറ്റേഷൻ ഫ്രം ആൻ ഇന്ത്യൻ കമ്മിറ്റി, ഒരു ഇന്ത്യൻ കമ്മിറ്റിയുടെ ക്ഷണത്താലാണ് ഞാനിവിടെ വന്നതും. അപ്പോൾ ആ ഒരു പാരഗ്രാഫിൽ ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഗ്രേറ്റ്നെസ്, മഹാത്മ്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഒരുപാട് ഇന്ത്യൻ ലീഡേഴ്സിനെ ജയിലിലടച്ചു. അതുപോലെ ഒരുപാട് ക്രൂരമായിട്ട് പെരുമാറിയിട്ട് പോലും ഇതേപോലെയുള്ള ലെക്ചേഴ്സിലൊക്കെ ഇംഗ്ലണ്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ
ആ ഒരു രാജ്യക്കാരായിട്ടുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതാണ് ടോളറൻറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, മൈ ലാസ്റ്റ് മീറ്റിംഗ് വിത്ത് മിസ്റ്റർ നെഹ്റു ബിഫോർ ദിസ് വൺ had left me with a feeling that this man was invulnerable and invincible. അദ്ദേഹം പറയുന്നത്, ഇതിന് തൊട്ട് മുമ്പേ ഉള്ള മൈ ലാസ്റ്റ് മീറ്റിംഗ് വിത്ത് മിസ്റ്റർ നെഹ്റു ബിഫോർ ദിസ് വൺ, ഈ മീറ്റിങ്ങിന് തൊട്ട് മുമ്പേ ഉള്ള മീറ്റിങ്ങിൽ, എൻ്റെ നെഹ്റുവുമായിട്ടുള്ള മീറ്റിങ്ങിൽ, ഹാഡ് ലെഫ്റ്റ് മീ വിത്ത് എ ഫീലിംഗ്, ആ ഒരു മീറ്റിംഗ് എനിക്കൊരു ഫീലിംഗ് തന്നിട്ടുണ്ടായിരുന്നു. എന്താ ഫീലിംഗ്? ദാറ്റ് ദിസ് മാൻ വാസ് ഇൻവൾണറബിൾ, ഈ ഒരു മനുഷ്യൻ ഇൻവൾണറബിൾ മീൻസ് ഒരിക്കലും മുറിപ്പെടുത്താനാവാത്ത, ആർക്കും എന്ത് പറഞ്ഞാലും ക്ഷീണിക്കാത്ത അല്ലെങ്കിൽ മുറിപ്പെടാത്ത ഒരു മനുഷ്യനാണ്. ആൻഡ് ഇൻവിൻസിബിൾ മീൻസ് ഡിഫിക്കൽട്ട് ടു, എന്താ പറയുക, പരാജയപ്പെടുത്താനാവാത്ത, അപരാജിതൻ നമുക്ക് മലയാളത്തിൽ പറയാം. അപരാജിതനായിട്ടുള്ള, അതായത് പരാജയപ്പെടുത്താനാവാത്ത ഒരാളാണ് എന്ന് എനിക്കൊരു ഫീലിംഗ് തന്നിട്ടുണ്ടായിരുന്നു നെഹ്റുവിനെ പറ്റി. By then he had stood up already to 10 years of unremitting political hard labor with no more spells of enforced inactivity in prison to ease the strain. ആ സമയമാകുമ്പോഴത്തേക്കും മീൻസ് ഞാൻ ആ ഒരു മീറ്റിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള മീറ്റിങ്ങിൽ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഹി ഹാഡ് സ്റ്റുഡ് അപ്പ് ഓൾറെഡി 10 years of unremitting political hard labor. അദ്ദേഹം 10 വർഷത്തെ നിരന്തരമായ, അൺറെമിറ്റിംഗ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള, നിരന്തരമായ തളരാത്ത പൊളിറ്റിക്കൽ ഹാർഡ് ലേബർ, രാഷ്ട്രീയമായിട്ടുള്ള ലേബർ മീൻസ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വിത്ത് നോ മോർ സ്പെൽസ് ഓഫ് എൻഫോഴ്സ്ഡ് ഇനാക്ടിവിറ്റി ഇൻ പ്രിസൺ ടു ഈസ് ദ സ്ട്രെയിൻ. അപ്പോൾ ആ ഒരു കാലത്തിനടുക്ക്, ആ ഒരു 10 വർഷത്തിനടുക്ക് നിർബന്ധിതമായ, എൻഫോഴ്സ്ഡ് മീൻസ് നിർബന്ധിതമായ ഇനാക്ടിവിറ്റി, ഒരു ഇനാക്ടിവിറ്റി മീൻസ് എന്താണ് പറയുക, ഒരു ആലസ്യം, ഇൻ പ്രിസൺ ടു ഈസ് ദ സ്ട്രെയിൻ. പ്രിസണിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, അങ്ങനൊരു കാലഘട്ടമായിരുന്നില്ല, അതായത് ഇംപ്രിസൺമെൻറ്റിൻ്റെ കാലഘട്ടമായിരുന്നില്ല ഈ 10 വർഷം എന്ന് പറയുന്നത്. അദ്ദേഹം പൊളിറ്റിക്കൽ ഹാർഡ് ലേബർ, രാഷ്ട്രീയപരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത സമയമാണ്. ഹി അപ്പിയർ ടു ഹാവ് ഡിഫീറ്റഡ് ടൈം, അദ്ദേഹം സമയത്തിനെ ഡിഫീറ്റ് ചെയ്തു, സമയത്തിനെ തോൽപ്പിച്ചതായിട്ട് തോൽപ്പിച്ചതായിട്ട് കാണുന്നു. ഹിസ് അക്യുമുലേറ്റിംഗ് ഇയേഴ്സ് ഓഫ് ഓഫീസ് ഹാഡ് ഫെയിൽഡ് ടു വെയ് ഹിം ഡൗൺ. അദ്ദേഹത്തിൻ്റെ അക്യുമുലേറ്റിംഗ് മീൻസ് ഇങ്ങനെ കൂടുതലായി വരുന്ന, ഇങ്ങനെ കൂടുക, ഇങ്ങനെ കുറേ സാധനങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരു കൂമ്പാരമാകുന്നതിനെയൊക്കെ നമ്മൾ അക്യുമുലേറ്റിംഗ് എന്നാണ് വിളിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്യുമുലേറ്റിംഗ് ഇയേഴ്സ് ഓഫ് ഓഫീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. പക്ഷെ ആ വർഷങ്ങൾ ഹാഡ് ഫെയിൽഡ്, അവ പരാജയപ്പെട്ടു, ടു വെയ് ഹിം ഡൗൺ, അദ്ദേഹത്തിനെ വെയ് ഹിം ഡൗൺ മീൻസ് അടിച്ചമർത്തുക അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ. ആ വർഷങ്ങൾ പരാജയപ്പെട്ടു. ഇത്രയും വർഷങ്ങളായിട്ടും പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു തരത്തിലും പരാജിതനാവുകയോ പിന്നോട്ട് പോവുകയോ ചെയ്തിട്ടില്ല. വളരെ സീരിയസ് ആയിട്ട്, സിൻസിയറായിട്ട് പ്രൈം മിനിസ്റ്ററെ പൊളിറ്റിക്കൽ ഹാർഡ് ലേബർ എന്ന് നേരത്തെ പറഞ്ഞ ഒരു ഡ്യൂട്ടി ചെയ്യുകയാണ്. Only 3 years had passed since then. ആ ഒരു മീറ്റിങ്ങിന് ശേഷം, ഈ തൊട്ട് മുമ്പുള്ള മീറ്റിങ്ങിനെ പറ്റിയാണ് പറയുന്നത്, അതിനുശേഷം 3 വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ബട്ട് ദിസ് ടൈം, പക്ഷേ ഈ സമയത്ത്, ഐ ഫൗണ്ട് സാഡ് ചേഞ്ച് ഇൻ ഹിം. ഇവിടെ ടോയിൻബി പറയുന്നത് അദ്ദേഹത്തിലൊരു സാഡ് ചേഞ്ച്, ഒരു ദുഃഖകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. നെഹ്റുവിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. What time had been unable to do to him had been done by him by China. സമയത്തിന് അദ്ദേഹത്തിനോട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, സമയം കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ്, ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സമയത്തിന് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് ഹാഡ് ബീൻ ഡൺ ബൈ ഹിം ബൈ ചൈന, ഡൺ ടു ഹിം ബൈ ചൈന. അദ്ദേഹത്തിനോട് അത് ചെയ്തു. സമയത്തിന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് ചൈനയാണ്. I had not reckoned with China, and I believe Mr. Nehru had not reckoned with China either. അദ്ദേഹം പറയുന്നു, I had not reckoned with China. Reckon means believe, വിശ്വസിക്കുക അല്ലെങ്കിൽ കണക്കാക്കുക എന്നൊക്കെയാണ്. ചൈനയെ ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, മിസ്റ്റർ നെഹ്റു ഹാഡ് നോട്ട് റെക്കൺഡ് വിത്ത് ചൈന എയ്തർ. നെഹ്റുവും ചൈനയെ അങ്ങനെ കണക്കാക്കിയിട്ടില്ല. അതായത് ചൈന
ഇങ്ങനെ ഒരു തരത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു യുദ്ധം, ഇന്ത്യ ചൈന വാർ ഉള്ള സമയമാണത്. അപ്പോൾ ചൈന ഇങ്ങനെ പ്രതികരിക്കുമെന്ന്, ഇന്ത്യയോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കണക്കാക്കിയിട്ടില്ല, നെഹ്റുവും അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത പാരഗ്രാഫ്. In February 1960, the conflict between India and China was not yet approaching its crisis. 1960 ഫെബ്രുവരിയിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സംഘർഷം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം വാസ് നോട്ട് യെറ്റ് അപ്രോച്ചിങ് ഇറ്റ്സ് ക്രൈസിസ്, അതിൻ്റെ ക്രൈസിസിലേക്ക് അടുക്കുകയായിരുന്നില്ല, അതിൻ്റെ ക്രൈസിസിലേക്ക് എത്തിയിരുന്നില്ല, അതിൻ്റെ പ്രതിസന്ധിയിലേക്കൊന്നും എത്തിയിരുന്നില്ല. ബട്ട് ഓൾറെഡി ദ ചൈനീസ് ക്രൂ, എങ്കിലും ചൈനക്കാരുടെ ആ ഒരു സ്ക്രൂ വാസ് ടേണിങ് ഹാർഡ് ഓൺ ഇന്ത്യ, ഇന്ത്യയുടെ നേരെ വളരെ ഹാർഡായിട്ട് ഇന്ത്യയുടെ നേരെ തിരിയുകയായിരുന്നു. അതായത് ചൈന ഇന്ത്യക്ക് നേരെ തിരിയുന്ന ഒരു സമയമായിരുന്നു അത്. ആൻഡ് ഹാർഡസ്റ്റ് ഓൺ ദ മാൻ who was carrying on a single pair of human shoulders so much more of his country's burden than even prime ministers are usually required to bear. ചൈനയുടെ ആ ഒരു പ്രതിഷേധം, ഇന്ത്യക്ക് നേരെ ചൈന തിരിയുകയായിരുന്നു. അപ്പോൾ അത് വളരെ ഹാർഡായിട്ട്, വളരെ കഠിനമായിട്ട്, ഹാർഡസ്റ്റ് ഓൺ ദ മാൻ, ഒരു മനുഷ്യനിലേക്കായിരുന്നു ആ ഒരു പ്രതിഷേധം വരുന്നത്, അവരുടെ ഒരു സംഘടന വരുന്നത്. ഹു വാസ് ക്യാരിങ്, ആ മനുഷ്യൻ ക്യാരി ചെയ്യുകയാണ്, വഹിക്കുകയാണ്, ഓൺ എ സിംഗിൾ പെയർ ഓഫ് ഹ്യൂമൻ ഷോൾഡേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഒറ്റ ജോഡി മനുഷ്യൻ്റെ ഷോൾഡറിൽ, അദ്ദേഹത്തിൻ്റെ ചുമലുകളിൽ, അതായത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചുമലുകളിൽ, അദ്ദേഹത്തിൻ്റെ മാത്രം ചുമലുകളിലാണ്, സിംഗിൾ പെയർ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ചുമലുകളിൽ ഈ ഭാരം മുഴുവനും വഹിക്കുകയാണ്. നെഹ്റുവിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഭാരമൊക്കെ വഹിക്കുന്നത്, ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് വരുന്നു, നെഹ്റു ആണ് ഇതൊക്കെ, ഈ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാരമാണ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ. സോ മച്ച് മോർ ഓഫ് ഹിസ് കൺട്രീസ് ബർഡൻ ദാൻ ഈവൻ പ്രൈം മിനിസ്റ്റേഴ്സ് ആർ യൂഷ്വലി റിക്വയർഡ് ടു ബിയർ. സാധാരണ ഒരു പ്രൈം മിനിസ്റ്റർ വഹിക്കുന്ന ഭാരത്തിനേക്കാളും എത്രയോ വലിയ ഭാരമാണ് അദ്ദേഹം വഹിക്കുന്നത് എന്നാണ് ഈ ടോയിൻബി പറയുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്ന സമയത്ത്, ചൈന ഇന്ത്യ സംഘടന ഒക്കെ വരുന്ന സമയത്ത്, സോ മച്ച് മോർ ഓഫ് ഹിസ് കൺട്രീസ് ബർഡൻ മീൻസ് ഭാരം, രാജ്യത്തിൻ്റെ ഭാരത്തിനേക്കാളും എത്രയോ ഭാരം കൂടുതൽ, ദാൻ ഈവൻ പ്രൈം മിനിസ്റ്റേഴ്സ് ആർ യൂഷ്വലി, സാധാരണയായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ റിക്വയർഡ് ടു ബിയർ, വഹിക്കേണ്ട ഭാരത്തിനേക്കാളും കൂടുതൽ ഭാരം, ഒരു ബർഡൻ ഇദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. I had been notified that an appointment had been made for me to call on the Prime Minister in his office on the morning of 23rd February. I had been notified, ടോയിൻബി പറയുകയാണ്, എനിക്ക് അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ അറിയാലോ, ഒരു അറിയിപ്പ് നൽകുക. ദാറ്റ് an appointment, ഒരു സന്ദർശനം, ഒരു വിസിറ്റിംഗ്, ഒരു മീറ്റിംഗ്, ഹാഡ് ബീൻ മെയ്ഡ് ഫോർ മീ ടു കോൾ ഓൺ മീൻസ് വിസിറ്റ് എന്നാണ്. പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ ഒരു അപ്പോയിൻമെൻറ്റ് എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് ടോയിൻബിക്ക് വിവരം കിട്ടിയിരുന്നു. ഓൺ ദ മോർണിംഗ് ഓഫ് 23rd February, 23 ഫെബ്രുവരിയിലായിരുന്നു ആ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ആൻഡ് ഐ ഹാഡ് ഡിപ്രിക്കേറ്റഡ് ദിസ്, അദ്ദേഹം പറയുന്നു, ഞാനത് ഒഴിവാക്കി, ആ ഒരു മീറ്റിംഗ് ഞാൻ ഒഴിവാക്കാൻ കാരണമുണ്ട്. എന്താന്ന് വഴിയെ പറയും. താങ്ക്സ് ടു ഹിസ് പ്രസൻസ് ഓൺ 21st February അറ്റ് ദ ഫസ്റ്റ് ഓഫ് മൈ ലെക്ചേഴ്സ്. അപ്പോൾ 21-ാം തീയതി ആണ് ഇദ്ദേഹത്തിൻ്റെ ലെക്ചർ നടക്കുന്നത്. മൗലാന ആസാദിനെ പറ്റിയുള്ള ലെക്ചർ നടക്കുന്നത് 21-ാം തീയതിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, താങ്ക്സ് ടു ഹിസ് പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് നന്ദി, ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിന് നന്ദി. 21-ാം തീയതി അദ്ദേഹത്തിന് സാന്നിധ്യമുണ്ടായിരുന്നു. ആസ് എ ഫസ്റ്റ് ഓഫ് മൈ ലെക്ചേഴ്സ്, എൻ്റെ ലെക്ചേഴ്സിൻ്റെ ഫസ്റ്റ് ഭാഗത്ത്. ഐ ഹാഡ് ഓൾറെഡി ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് എക്സ്ചേഞ്ചിങ് എ ഫ്യൂ വേർഡ്സ് വിത്ത് ഹിം. ആ ദിവസം തന്നെ അദ്ദേഹവുമായിട്ട് ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിന്? ഓഫ് എക്സ്ചേഞ്ചിങ് എ ഫ്യൂ വേർഡ്സ് വിത്ത് ഹിം, കുറച്ച് വാക്കുകൾ അദ്ദേഹവുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ദ പ്രഷർ ഓൺ ഹിം വാസ് ഇൻടോളറബിൾ. ഇപ്പോൾ നെഹ്റുവിനെ പറ്റി പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള പ്രഷർ, സമ്മർദ്ദം എന്ന് പറയുന്നത് ഇൻടോളറബിൾ ആണ്, സഹിക്കാനാവാത്തതിലും അപ്പുറമാണ്. കാരണം ഒരു ഭാഗത്ത് ചൈന ഇന്ത്യ കോൺഫ്ലിക്റ്റ് നടക്കുന്നു, മറ്റുള്ള ഒരുപാട് പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് മറ്റുള്ള ഭാഗങ്ങളിൽ നടക്കുന്നു. അപ്പോൾ ആസ് എ പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള പ്രഷർ വളരെയധികം കൂടുതലാണ്. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ബി റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിങ് ഇറ്റ് ബൈ പൈലിംഗ് ഓൺ ആൻ അൺനെസറി എക്സ്ട്രാ ചോർ. ഇദ്ദേഹം പറയുന്നു, ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ബി റെസ്പോൺസിബിൾ, ഞാൻ ഉത്തരവാദിയായിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഫോർ ഇൻക്രീസിങ് ഇറ്റ്, അത് കൂട്ടാനുള്ള കൂട്ടിയിട്ട്
മീൻസ് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഒരു പ്രഷർ കൂട്ടാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ? ഇറ്റ് ബൈ പൈലിംഗ് ഓൺ അൺനെസറി എക്സ്ട്രാ ചോർ, അൺനെസറി ആയിട്ടുള്ള ആവശ്യമില്ലാത്ത, അൺനെസറി മീൻസ് ആവശ്യമില്ലാത്ത എക്സ്ട്രാ ചോർ മീൻസ് ഡെയിലി റുട്ടീൻസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരുപാട് ഡെയിലി റുട്ടീൻസ്, ഒരുപാട് ദൈനംദിന കാര്യങ്ങളുടെ കൂടെ മറ്റുള്ള അൺനെസസറി ആയിട്ടുള്ള ഒരു സംഭാഷണവും കൂടെ, മീൻസ് ഞാൻ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം പറയുകയാണ്, എനിക്ക് വേണ്ടി അദ്ദേഹം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രഷറും കൂടെ അദ്ദേഹത്തിന് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മീറ്റിംഗ് വേണ്ടാന്ന് വെച്ചത്. അല്ലാതെ നെഹ്റുവിനോടുള്ള എന്തെങ്കിലും വിദ്വേഷം കൊണ്ടോ ഒന്നും അല്ല. നെഹ്റു അത്രക്കും പ്രഷറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പണിയും കൂടെ കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മീറ്റിങ്ങിന് അദ്ദേഹം, നേരത്തെ പറഞ്ഞല്ലോ, ഐ ഹാഡ് ഡിപ്രിക്കേറ്റഡ് ദിസ്, ഞാൻ ആ മീറ്റിംഗ് ഒഴിവാക്കിയിരുന്നു എന്ന്. അതിൻ്റെ കാരണം ഹൗവർ എന്നിരുന്നാലും ഐ വാസ് അഷ്യൂർഡ് ദാറ്റ് my appointment with Prime Minister had been made at his express wish. ഞാൻ എന്നിരുന്നാലും എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഐ വാസ് അഷ്യൂർഡ്, എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു ദാറ്റ് മൈ അപ്പോയിൻമെൻറ്റ് വിത്ത് പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള എൻ്റെ അപ്പോയിൻമെൻറ്റ് ഹാഡ് ബീൻ മെയ്ഡ് അറ്റ് ഹിസ് എക്സ്പ്രസ് വിഷ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്താലാണ് അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കിയത്. നെഹ്റു ആഗ്രഹിച്ചിട്ടാണ്, അല്ലാതെ വേറെ ആരും അദ്ദേഹത്തിനെ ഫോഴ്സ് ചെയ്തിട്ടൊന്നല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സോ ഐ ഡിഡ് നോട്ട് റെഫ്യൂസ് ദിസ് വെൽക്കം ഓപ്പർച്യൂണിറ്റി ഓഫ് മീറ്റിംഗ് ഹിം അഗെയിൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വെൽക്കം ഓപ്പർച്യൂണിറ്റി ഓഫ് മീറ്റിംഗ് ഹിം അഗെയിൻ, അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ റെഫ്യൂസ് ചെയ്തില്ല, ഞാൻ എന്ത് ചെയ്തില്ല, നിരസിച്ചില്ല. മീൻസ് ഈ ലെക്ചറിൻ്റെ സമയത്ത് അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ നിരസിച്ചില്ല. ബട്ട് ഐ വാണ്ടഡ് ടു സ്പെയർ ഹിം ആസ് മച്ച് ആസ് ഐ കുഡ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചു ടു സ്പെയർ ഹിം, അദ്ദേഹത്തിനെ വെറുതെ വിടാൻ. സ്പെയർ ഹിം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ വെറുതെ വിടാൻ, അദ്ദേഹത്തിനെ ഫ്രീ ആക്കി വിടാൻ ഞാൻ ആഗ്രഹിച്ചു. ആസ് മച്ച് ആസ് ഐ കുഡ്, എനിക്ക് ആവുന്നതിലും അത്ര. സോ കാരണം എന്തെന്ന് മനസ്സിലായല്ലോ, പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രഷറുള്ള, ചൈന ഇന്ത്യ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്തൊക്കെ ഒരുപാട് വർക്ക് ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഞാനുമായിട്ടുള്ള ഒരു മീറ്റിംഗ് അദ്ദേഹത്തിന് കൂടുതൽ പണി, അദ്ദേഹത്തിൻ്റെ സമയം കവർന്നെടുക്കുമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ സ്പെയർ ചെയ്തു, അദ്ദേഹത്തിന് ഞാൻ വെറുതെ വിട്ടു. സോ ഐ ഹാഡ് റിസോൾവ് നോട്ട് ടു സേ എനിത്തിങ് അബൌട്ട് ചൈന. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഐ ഹാഡ് റിസോൾവ്, ഞാൻ റിസോൾവ് മീൻസ് ഐ ഡിസൈഡഡ് എന്നാണ്, ഞാൻ തീരുമാനിച്ചു നോട്ട് ടു സേ എനിത്തിങ് അബൌട്ട് ചൈന, ചൈനയെ പറ്റി ഒന്നും പറയാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. നെഹ്റുവിനോടുള്ള സംഭാഷണത്തിൽ ചൈനയെ പറ്റി ഒന്നും പറയാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഐ സൂൺ ഫൗണ്ട് ദാറ്റ് ദിസ് വാസ് നോ ഗുഡ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു, ദിസ് വാസ് നോട്ട് ഗുഡ്, അതൊരു നല്ല തീരുമാനമായിരുന്നില്ല. മിസ്റ്റർ നെഹ്റു കുഡ് നോട്ട് ടോക്ക് ഓഫ് എനിത്തിങ് എൽസ്. നെഹ്റുവിന് മറ്റുള്ള ഒരു കാര്യത്തിനെ പറ്റിയും സംസാരിക്കാൻ കഴിഞ്ഞില്ല. കാരണം നെഹ്റുവിൻ്റെ തലയിൽ മുഴുവനും ഇന്ത്യ ചൈന കോൺഫ്ലിക്റ്റ് ആണ്. ചൈന ഹാഡ് പ്രൂവ്ഡ് ഹിം ടു മച്ച് ഫോർ ഹിം. ചൈന അദ്ദേഹത്തിനോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് ചൈന അദ്ദേഹത്തിനെ അത്രയും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെഹ്റുവിന് ചൈനയെ പറ്റിയല്ലാതെ വേറൊന്നും സംസാരിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ ഒരു സിറ്റുവേഷൻ. Next paragraph. It's human to rebel against our human nature's limitations, against death, against defeat and against weariness. ടോറൻബി പറയുന്നു, ഇറ്റ് ഇസ് ഹ്യൂമൻ, മാനുഷികമാണ്, മനുഷ്യ സഹജമാണ് എന്ത്, റിബൽ ചെയ്യുക, എതിർക്കുക എന്നുള്ളത്. എന്തിനെ എതിർക്കുക? എഗെയിൻസ്റ്റ് അവർ ഹ്യൂമൻ നേച്ചേഴ്സ്, നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവങ്ങളെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ നേച്ചേഴ്സ് ഓഫ് ലിമിറ്റേഷൻസ്, മനുഷ്യൻ്റെ പരിമിതികളെ എതിർക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. എന്തിനൊക്കെ എതിർക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്? എഗെയിൻസ്റ്റ് ഡെത്ത്സ്, മരണത്തെ, എഗെയിൻസ്റ്റ് ഡിഫീറ്റ്, പരാജയങ്ങളെ, ആൻഡ് എഗെയിൻസ്റ്റ് വിയർനെസ് മീൻസ് ക്ഷീണം. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ എതിർക്കുക എന്നുള്ളത്, ഈവൻ നമ്മൾ മനുഷ്യനാണ്, നമുക്കറിയാം ഡെത്ത് വരും, നമുക്ക് ഡിഫീറ്റ് വരും, പരാജയങ്ങൾ വരും, നമുക്ക് ക്ഷീണം വരും എന്നുള്ളതൊക്കെ നമുക്കറിയാമെങ്കിൽ പോലും അവയൊക്കെ എതിർത്ത് നിൽക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. ആൻഡ് ഇറ്റ്സ് ദെയർഫോർ human also to exult when one meets a human being who seems to have conquered fate. അതുകൊണ്ട് തന്നെ therefore human also to exult, അതും മനുഷ്യ സഹജമാണ്. ആൾസോ ടു എക്സൾട്ട്, ആഹ്ലാദിക്കുക. എക്സൾട്ട് മീൻസ് ആഹ്ലാദിക്കുക എന്നുള്ളതും മനുഷ്യ സഹജമാണ്, മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറാണ്. എപ്പോൾ വെൻ വൺ മീറ്റ്സ്, ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ, എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ ഹു സീംസ് ടു ഹാവ് കോൺക്വേർഡ് ഫേറ്റ്.
ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ വിധി, കോൺക്വേർഡ് കീഴടക്കുക. വിധിയെ കീഴടക്കിയ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ആഹ്ലാദിക്കുക എന്നുള്ളതും മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറാണ്, ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞു ഡെത്തിനെതിരെയും ഡിഫീറ്റിനെതിരെയൊക്കെ റിബൽ ചെയ്യുക, എതിർത്ത് നിൽക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു ക്യാരക്ടറാണല്ലോ, ഒരു സ്വഭാവമാണല്ലോ. അതുപോലെ തന്നെയുള്ള ഒരു സ്വഭാവമാണ് ഫെയ്റ്റിനെ, വിധിയെ കീഴടക്കിയ, കീഴടക്കിയ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ആഹ്ലാദിക്കുക എന്നുള്ളത് നമുക്ക് ഒരു മോട്ടിവേഷൻ തരും അല്ലേ. ഒരാളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അയാൾക്ക് വന്നു, അയാൾ അതിനെ പൊരുതി വിധിയെ കീഴടക്കി. അപ്പോൾ അയാളുമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴും അയാളുമായിട്ട് സംസാരിക്കുമ്പോഴും വി ഗെറ്റ് എ സോർട്ട് ഓഫ് ഇൻസ്പിറേഷൻ, നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടും, ഒരു മോട്ടിവേഷൻ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ദ ഹീറോസ് വിക്ടറി ഈസ് നോട്ട് ഹീസ് അലോൺ. ഹീറോയുടെ വിജയം അദ്ദേഹത്തിൻ്റെ മാത്രം അല്ല, ഹിസ് അലോൺ, അദ്ദേഹത്തിൻ്റെ മാത്രം വിജയമല്ല. ഇറ്റ്സ് എ കോമൺ വിക്ടറി ഫോർ മാൻകൈൻഡ്. അത് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു വിക്ടറിയാണ്, ഒരു വിജയമാണ്. അതായത് ഒരു ഹീറോ ഉണ്ടായി കഴിയുമ്പോൾ, ശരിക്കും അത് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഒരു ഹീറോ ഉണ്ടായി കഴിയുമ്പോൾ, ഏതെങ്കിലും തരത്തിൽ വിജയിയായിട്ടുള്ള ഒരാൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം ആ മനുഷ്യകുലത്തിൻ്റെ മുഴുവനും വിജയമായി തീരുന്നു. അതായത് മറ്റുള്ള ആളുകളൊക്കെ അതിൽ നിന്നും ഇൻസ്പയറിങ് ആവുന്നു. അദ്ദേഹം പറയുന്നു, കഷ്ടം, അവർ എക്സൽട്ടേഷൻ ഈസ് ഡിയർലി ബോട്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ആഹ്ലാദം എന്നുള്ളത് ഡിയർലി മീൻസ് വളരെ പ്രിഷ്യസ് ആണ്, അധിക വില കൊടുത്ത് വാങ്ങിയതാണ്. അതായത് ഇന്ത്യയുടെ ഈ ഒരു ഫ്രീഡം ഒക്കെ ഒരുപാട് ആളുകൾ പോരാടിയിട്ടാണ്, ബുദ്ധിമുട്ടിയിട്ടാണ് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അത്രയും വില കൊടുത്ത് വാങ്ങിയതാണ് ഈ ഒരു സന്തോഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ്സ് പ്രൈസ് ഈസ് ദി ട്രാജിക് സ്പെക്ടക്കിൾ ഓഫ് സീയിങ് ഫെയ്റ്റ് ട്രയംഫ് ആഫ്റ്റർ ഓൾ. ഇതിൻ്റെ വില എന്ന് പറയുന്നത്, ഈ ഒരു സന്തോഷത്തിൻ്റെ വില എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ട്രാജിക് സ്പെക്ടക്കിൾ, ദുരന്തപരമായിട്ടുള്ള സ്പെക്ടക്കിൾ, ദൃശ്യം, കാഴ്ച, ഓഫ് സീയിങ് ഫെയ്റ്റ് ട്രയംഫ് ആഫ്റ്റർ ഓൾ. ഫെയ്റ്റ്, വിധി വിജയിക്കുന്നത് കാണുക എന്നുള്ളതാണ്. ഫെയ്റ്റ് ട്രയംഫ് ആഫ്റ്റർ ഓൾ, എല്ലാത്തിനും ഉപരിയായിട്ട് വിധി വിജയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൈസ്, അതിൻ്റെ വില. ദർ ഇസ് നോ ആമർ എഗെയിൻസ്റ്റ് ഫെയ്റ്റ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഫെയ്റ്റിനെതിരെ പോരാടി വിജയിച്ച ആളുകളൊക്കെ ഉണ്ട് എങ്കിലും അവസാനം ഫെയ്റ്റ് തന്നെ വിജയിക്കുമെന്നാണ് പറയുന്നത്, വിധി തന്നെ. ദർ ഇസ് നോ ആമർ, അവിടെ ആമർ മീൻസ് രക്ഷാകവചം എന്നാണ്. ഒരു രക്ഷാകവചമില്ല എഗെയിൻസ്റ്റ് ഫെയ്റ്റ്, വിധിക്കെതിരെ ഒരു രക്ഷാകവചമില്ല. മീൻസ് ആത്യന്തികമായിട്ട് അൾട്ടിമേറ്റ്ലി ഫെയ്റ്റ് വിൽ ട്രയംഫ്. അദ്ദേഹം പറയുന്നത് ഫെയ്റ്റ് വിജയിക്കുമെന്നാണ്, വിധി വിജയിക്കും. ആൻഡ് ഏർലി ഒരുപക്ഷെ നേരത്തെ, അല്ലെങ്കിൽ ലേറ്റ് താമസിച്ച്, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് ടു സ്റ്റൂപ്പ് ടു ദെയർ അഡ്വേഴ്സറി. എല്ലാ മനുഷ്യരും അവരുടെ അഡ്വേഴ്സറി മീൻസ് എതിരാളികൾക്ക് മുമ്പിൽ വണങ്ങേണ്ടി വരും, മീൻസ് കുനിയേണ്ടി വരും, എതിരാളികളുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. അറ്റ് ദിസ് ലാസ്റ്റ് മീറ്റിംഗ് ഓഫ് മൈൻ വിത്ത് മിസ്റ്റർ നെഹ്റു, എൻ്റെ അവസാനത്തെ ഈ ഒരു മീറ്റിങ്ങിൽ നെഹ്റുവുമായിട്ടുള്ള, ഐ ഫൗണ്ട് ഹീസ് വൺസ് ബയോൺ സ്പിരിറ്റ് ബോ ഡൗൺ. അദ്ദേഹം പറയുന്നു, ഐ ഫൗണ്ട് ഹിസ് വൺസ് ബയോൺ, ഒരു കാലത്ത് വളരെ ബയോൺ മീൻസ് ഉത്സാഹഭരിതമായ, അത്രയും ഉത്സാഹഭരിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം, സ്പിരിറ്റ് ബോ ഡൗൺ, ഇപ്പോൾ കുനിഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് ആ സ്പിരിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫെയ്റ്റ് നെഹ്റുവിനെയും, വിധി നെഹ്റുവിനെയും കീഴടക്കാൻ പോവുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നെഹ്റു വിധിയെ കീഴടക്കി, പക്ഷേ അവസാനം ഗ്രാജ്വലി പതുക്കെ ആസ് ടൈം ഗോസ്, സമയം ഇങ്ങനെ പോകുന്ന സമയത്ത് ഫെയ്റ്റ് എന്ത് ചെയ്യുകയാണ്, നെഹ്റുവിനെ കീഴടക്കാൻ പോവുകയാണ്. നെഹ്റു ടു ഹാഡ് ബീൻ അണേബിൾ ടു ഡിഫൈ ഫെയ്റ്റ്. നെഹ്റുവിനും ഹാഡ് ബീൻ അണേബിൾ, അദ്ദേഹത്തിനും കഴിവില്ലായിരുന്നു, അണേബിൾ മീൻസ് കഴിവില്ലായിരുന്നു, ടു ഡിഫൈ ഫെയ്റ്റ്, ഫെയ്റ്റിനെ വെല്ലുവിളിക്കാൻ, പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിനും കഴിവില്ലായിരുന്നു. അദ്ദേഹവും ഏബിൾ ആയിരുന്നില്ല. ഒരു മനുഷ്യനും ഏബിൾ അല്ല എന്നാണ് ടോയിൻബി പറയുന്നത്. അൾട്ടിമേറ്റ്ലി അവസാനത്തിലെ ഫെയ്റ്റ് തന്നെ വിജയിക്കും. ഹിസ് അപ്പാരൻറ്റ് വിക്ടറി ഹാഡ് ബീൻ ആൻ ഇല്യൂഷൻ. അദ്ദേഹത്തിൻ്റെ അപ്പാരൻറ്റ് മീൻസ് പ്രകടമായ, എല്ലാവരും കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിജയങ്ങളൊക്കെ ഇറ്റ് ഹാഡ് ബീൻ ആൻ ഇല്യൂഷൻ, അതൊരു
മായയായിരുന്നു, ഒരു ഇല്യൂഷൻ ആയിരുന്നു അത് റിയൽ ആയിരുന്നില്ല. അഡ്വേഴ്സറി നമ്മൾ നേരത്തെ പറഞ്ഞു, എതിരാളികൾ ഹാഡ് ഓൺലി ബീൻ ബൈഡിങ് ഹിസ് ടൈം ഫോർ ദ ഡെലിവറി ഓഫ് വൺ ഓഫ് ഹിസ് മോസ്റ്റ് ടെല്ലിംഗ് സ്ട്രോക്ക്. ഈ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അദ്ദേഹത്തിനെ കാത്തിരിക്കുകയായിരുന്നു ഒരു സമയം വരാൻ വേണ്ടിയിട്ട്, ഫോർ ദ ഡെലിവറി ഓഫ് വൺ ഓഫ് ഹിസ് മോസ്റ്റ് ടെല്ലിംഗ് സ്ട്രോക്സ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള മോസ്റ്റ് ടെല്ലിംഗ് സ്ട്രോക്ക് മീൻസ് ഏറ്റവും പ്രകടമായിട്ടുള്ള, എല്ലാവരും പറയപ്പെടുന്ന ഒരു സ്ട്രോക്സ്, ഒരു ആഘാതം, ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിസന്ധി, അത് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളികൾ. വെൻ ഫെയ്റ്റ് ഓവർ ത്രോസ്, വിധി കീഴ്പ്പെടുത്തുമ്പോൾ, ഇൻ ദ എൻഡ്, അവസാനം, എ മാൻ ഓഫ് മോർ ദാൻ ഓർഡിനറി സ്പിരിച്വൽ സ്റ്റേച്ചർ, സാധാരണയിൽ നിന്നും മോർ ദാൻ ഓർഡിനറി, ഓർഡിനറി മീൻസ് സാധാരണ, സാധാരണയേക്കാൾ കവിഞ്ഞ സ്പിരിച്വൽ സ്റ്റാച്ചറുള്ള, എന്താണ്, ആത്മീയമായിട്ടുള്ള ഒരു ഔന്നിത്യമുള്ള ഒരാളെ ഫെയ്റ്റ് ഓവർത്രോ ചെയ്യുന്നു, വിധി കീഴ്പ്പെടുത്തുന്നു. ഫെയ്റ്റ് ഈസ് ടീച്ചിങ്, അങ്ങനെ കീഴ്പ്പെടുത്തുമ്പോൾ ഫെയ്റ്റ് ഈസ് ടീച്ചിങ് അസ്, വിധി നമ്മളെ പഠിപ്പിക്കുകയാണ്, ഓൾ എ ലെസൺ ആൻഡ് ഈസ് കോളിങ് അസ് ടു ഹീൽ. ഫെയ്റ്റ് നമ്മളെ ഒരു വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. ആൻഡ് ഈസ് കോളിങ്, ഫെയ്റ്റ് എന്ത് ചെയ്യുന്നു? ഇസ് കോളിങ് ആസ് ഓൾ ടു ഹീൽ. കോളിങ് ആസ് ഓൾ ടു ഹീൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് സംബഡി ടു ഒബേ, വിധി അതിനെ ഒബേ ചെയ്യാൻ, അതിനെ അനുസരിക്കാൻ നമ്മളെ വിളിക്കുകയാണ്, അല്ലെ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. വിധി പറയുന്നു, നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നു, മാത്രമല്ല വിധി പറയുകയാണ്, അവസാനം നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടി വരും. ഓക്കെ, അവസാനത്തെ പാരഗ്രാഫാണ്. സിൻസ് ഹിസ് ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, അല്ലെ മരണം മുതൽ, ജവഹർലാൽ നെഹ്റു ഹാസ് ബീൻ സഫറിങ് ദ സെയിം ട്രീറ്റ്മെൻറ്റ് ആസ് ടി ലോറൻസ്. ടി ലോറൻസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള, ഒന്നാം ലോക മഹായുദ്ധത്തിലൊക്കെ എന്താണ്, ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ച വലിയ ഒരു മഹാനായ ഒരു വ്യക്തിത്വമാണ്. ടി ലോറൻസിനെ പോലെ തന്നെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്, ഒരു പരിഗണനയാണ് നെഹ്റുവിനും മരണത്തിന് ശേഷം കിട്ടിയത്. കാരണം മരണത്തിന് ശേഷം ടി ലോറൻസും ഒരുപാട് വിമർശനങ്ങൾ, ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, ഒരുപാട് വിമർശകരുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നെഹ്റുവിൻ്റെ അവസ്ഥയും. ദ ഡിബങ്കേഴ്സ് ഹാവ് ബീൻ ബിസി വിത്ത് ഹിം. ഡിബങ്കേഴ്സ് മീൻസ് ഈ കളവ് വെളിച്ചത്ത് കൊണ്ടുവരുന്നവർ എന്നൊക്കെയാണ്. അതായത് മരണത്തിന് ശേഷം കുറ്റം പറയുന്നവരെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ ഹാവ് ബീൻ ബിസി വിത്ത് ഹിം. അവർ നെഹ്റുവിൻ്റെ മേൽ വളരെ ബിസിയായിരുന്നു. നെഹ്റുവിനെ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ എന്താ പറയുക, വിമർശിച്ച് പറയുന്നതിൽ അവർ ബിസിയായിരുന്നു. എന്നിട്ടും ആഫ്റ്റർ ദ വേൾച്ചേഴ്സ് ഹാവ് ഫിനിഷ് ദെയർ സ്കാവഞ്ചിങ് വർക്ക്. വേൾച്ചേഴ്സ് മീൻസ് കഴുകൻ എന്നാണ്. കഴുകൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിബങ്കേഴ്സിനെയാണ്. അതായത് നെഹ്റു ചെയ്തതിനെയൊക്കെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുക. അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികളെയൊക്കെ കളവ് ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ചെയ്തതൊന്നും ആയിരുന്നില്ല, അദ്ദേഹം സെൽഫിഷ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഡിബങ്കേഴ്സ്. അപ്പോൾ അവരുടെ വൾച്ചേഴ്സ് ഉദ്ദേശിക്കുന്ന അവരെ തന്നെയാണ്, കഴുകന്മാർ. ദേ ഹാവ് ഫിനിഷ് ദെയർ സ്കാവഞ്ചിങ് വർക്ക്. അവർ അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നു. എന്ത് വർക്കാണ്? സ്കാവഞ്ചിങ് വർക്ക്. സ്കാവഞ്ചിങ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് വർക്ക് എന്നാണ്. അതായത് ഈ കഴുകന്മാരൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കൊത്തി തിന്നൂലേ, ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് മരിച്ച ഒരാളുടെ അവശിഷ്ടങ്ങൾ തിന്നതിന് തുല്യമാണല്ലോ അവരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ് അവരെ വിമർശിച്ച് നടക്കുന്നത്. അപ്പോൾ ആ ഒരു വർക്ക് അവർ ഫിനിഷ് ചെയ്തതിന് ശേഷം നെഹ്റു ടു വിൽ സ്റ്റിൽ ബി ദ ഗ്രേറ്റ് മാൻ ദാറ്റ് ഹി വാസ്. എന്നിട്ടും അദ്ദേഹം ഒരു ഗ്രേറ്റ് മാൻ ആയിരുന്നു, ഒരു വളരെ വലിയ മനുഷ്യനായിരുന്നു. വളരെ വലിയ മനുഷ്യനായിരുന്നു. ഇത്രയും ആളുകൾ അദ്ദേഹത്തിനെ, ഈ ഡിബങ്കേഴ്സ് അദ്ദേഹത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് വിമർശിച്ചിട്ടും അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെയൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടും അദ്ദേഹം ഗ്രേറ്റ് ആയിരുന്നു. ദോ ഹ്യൂമൻ, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം സോ ലവബിൾ ആയിരുന്നു, വളരെ സ്നേഹത്തിന് അർഹനായ, ലവബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെ നെഹ്റു തുടർന്നു. അപ്പോൾ നമ്മൾ ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. നിങ്ങളെല്ലാവരും പാഠം കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് എന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെക്കാബുലറിയാണ്. അറിയാത്ത എല്ലാ വേർഡ്സും, കുറേ വേർഡ്സ് പുതിയതായിട്ടുണ്ടാവും, അറിയാത്ത എല്ലാ വേർഡ്സും നോട്ട്ബുക്കിലേക്ക് എഴുതി അതിൻ്റെ മീനിങ് ഡിക്ഷണറി സെർച്ച് ചെയ്ത്
ഈ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഒരു വേർഡിന് ചിലപ്പോൾ കുറേ മീനിങ് ഉണ്ടാവാം. ഈ പാഠത്തിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ, ആ ഒരു സാഹചര്യത്തിൽ, സിറ്റുവേഷനിൽ അതിന് ഏത് അർത്ഥമാണോ വരുന്നത്, ആപ്റ്റായിട്ട് വരുന്നത്, ആ ഒരു മീനിങ് കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എഴുതുക, അത് പഠിക്കുക. എന്നിട്ട് പാഠം ഒന്നുകൂടെ നന്നായി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആശയം കൃത്യമായി മനസ്സിലാവും. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.